കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് ഈ ജ്യോതിഷ സെഗ്മെന്റിലേക്ക് സ്വാഗതം. ഒരുപാട് പ്രാവശ്യം പറഞ്ഞ ഒരു കാര്യമാണ് കന്നിമൂലയിൽ ബെഡ്റൂം പാടുണ്ടോ. എല്ലാവരും വിളിച്ചു ചോദിക്കുന്ന ഒരു വിഷയമാണ് കന്നിമൂലയിൽ ബെഡ്റൂം പാടുണ്ടോ. കന്നിമൂലയിൽ ബെഡ്റൂം വെക്കാതിരിക്കുകയാണ് ഏറ്റവും ഭംഗി. കാരണം കന്നിമൂല എന്ന് പറഞ്ഞ ഒരു സ്വാത്വിക സ്വഭാവത്തോടു കൂടിയ ഒരു മൂലയാണ്. ആ കന്നിമൂലയിൽ പൂജാമുറി മറ്റു കാര്യങ്ങളെ സ്വാത്വിക സംഭവങ്ങളൊക്കെ ചിന്തിക്കാനും ഉള്ള അതുപോലെ തന്നെയാണ്. പിന്നെ 1, 2, 3 കമൻറ്റുകളുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ച കമൻറ്റ് ഏത് രീതിയിലാണ് ജനൽ. അപ്പം കന്നിമൂലയിൽ നിന്ന് പടിഞ്ഞാട്ടോട്ടൊരു ജനലുണ്ട് സാറേ, ആ ജനലിന് പിന്നെ കന്നിമൂലയിൽ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ, അത് ആ ജനൽ അവിടെ ഇരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ, ആ ജനൽ തുറന്നിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ദോഷമുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ കന്നിമൂലയിൽ ജനലും ദോഷമാണ്, അത് തുറന്നിട്ട് കഴിഞ്ഞാലും ദോഷമാണ്. പടിഞ്ഞാറ്റിനി ഉണ്ടെങ്കിൽ കിഴക്കിന് ഉണ്ടാവണമെന്നാണ്. അത് നമ്മൾക്കൊരു വാസ്തു അല്ലെങ്കിൽ ഒരു ഗൃഹത്തിൻ്റെ പ്ലാൻ എന്താണെന്ന് കണ്ടിട്ട് മാത്രമേ എനിക്ക് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. ആ പ്ലാനിൽ എന്താണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ള വിഷയത്തിലാണ് നമുക്ക്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കണക്കെന്ന് പറഞ്ഞാൽ 64 ഖണ്ഡങ്ങളായിട്ട് തിരിച്ച് 81 ഖണ്ഡങ്ങളുടെ ഉണ്ട്. പല രീതിയിലാണ് നമ്മൾ ഒരു പിന്നെ വസ്തുവിൻ്റെ വാസ്തു സംബന്ധമായിട്ടുള്ള കണക്ക് ഗണിച്ച് എടുക്കുന്നത്. ചില ആൾക്കാർ ചുമ്മാതെ വന്നിട്ട് പറയുന്ന ആൾക്കാരുണ്ട്. കാരണം എന്താ, ചുമ്മാ ഒരു ടേപ്പും പിടിച്ചിട്ട് ഞാൻ പിന്നെ വീട്ടിൽ ചെന്നിട്ട് അളന്ന് തന്നേക്കാം അല്ലെ, അങ്ങനെ. അതല്ല, ഈ കന്നിമൂലയിൽ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ ഒരുപാട് സാമ്പത്തികം മുടക്കി അത് ചെയ്യുക ഇത് ചെയ്യുക അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. അതിന് ചെറിയ കണക്കിൻ്റെ വ്യത്യാസമായിരിക്കാം, ചെറിയൊരു കുഴപ്പത്തിൻ്റെ വ്യത്യാസമായിരിക്കും ആ കുടുംബത്തിന് കുഴപ്പമുണ്ടാകുന്നത്. അതുകൊണ്ട് ബെഡ്റൂം ഒരു കാരണവശാലും കന്നിമൂലയിൽ ഇടാൻ പാടില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. ഞാൻ പറയുന്നതല്ല, വാസ്തു സംബന്ധമായിട്ട് പറയുന്നത്. കന്നിമൂലയിൽ പ്രാർത്ഥനാ സൗകര്യങ്ങൾ, സാത്വിക ചിന്താഗതികൾ, എനർജി ഏറ്റവും കൂട്ടിത്തരുന്നതായിട്ടുള്ള ഒരു പിന്നെ മൂലയാണ് കന്നിമൂല. ആ കന്നിമൂല എന്ന് പറഞ്ഞാൽ തെക്ക് പടിഞ്ഞാറൻ ഭാഗമാണ്, തെക്ക് പടിഞ്ഞാറൻ മൂലയാണ് നമ്മുടെ കന്നിമൂല. അവിടെ പിന്നെ എന്താ പറയുന്നത്, മോശമായിട്ടുള്ള മലമൂത്ര വിസർജനങ്ങളൊന്നും പാടില്ല, അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള അശുദ്ധികളൊന്നും പാടില്ല. നീച രീതിയിലുള്ള കക്കൂസിൻ്റെ കുഴികളോ അല്ലെങ്കിൽ കക്കൂസിൻ്റെ വെള്ളം വീഴുന്നോ വേസ്റ്റ് പൈപ്പുകളിൽ നിന്ന് വീഴുന്ന വെള്ളമോ മറ്റു കാര്യങ്ങളോ ഒന്നും കന്നിമൂലയ്ക്ക് പാടില്ല. അതുപോലെ തന്നെ കന്നിമൂല ഭാഗത്ത് പിന്നെ ഒരു കാരണവശാലും ബെഡ്റൂം പാടില്ല. ഇതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ജനലും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം എന്താ വെച്ചാൽ കന്നിമൂലയിലെ ജനൽ അത് കണക്കിൻ പ്രകാരമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത് എന്താണെന്ന് കണ്ടതിന് ശേഷം, അതിന് നേരിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നേരിൽ വന്നതിന് ശേഷം അതിൻ്റെ എന്താ പറയുക പ്ലാനുമായിട്ട് വന്നിട്ട് നമുക്കത് എന്താണെന്ന് ചോദിച്ചാൽ, എന്നോട് പിന്നെ കോഴിക്കോട് എന്നുള്ള ഒരു വ്യക്തിയാണ് എന്നോട് വിളിച്ചു ചോദിച്ചത്. അത് അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള ഒരു മറുപടി ഒത്തിരി പ്രാവശ്യം അദ്ദേഹം വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് സങ്കടത്തോടു കൂടിയും ഒരു ഭയാശങ്കയോടു കൂടിയാണ് എന്നെ വിളിച്ചത്. ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല, അതിനൊക്കെ ചെറിയ സിമ്പിൾ കുഞ്ഞു പരിഹാരങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ ഈ പ്ലാനുമായിട്ട് എൻ്റെ അടുക്കൽ വരൂ, ഞാനത് നോക്കിയതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ ഉള്ള പരിഹാരം ഞാൻ പറഞ്ഞുതരാം. ശിവക്ഷേത്രത്തിലായിരിക്കും മിക്കവാറും പരിഹാരങ്ങൾക്കൊക്കെ കാരണം. കന്നിമൂല ഒരു മരണം അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ, ദോഷങ്ങളെ, ദുരിതങ്ങളെ, മൃത്യുവെ, ഇതൊക്കെ ഉണ്ടാകുന്നതായിട്ടുള്ള രോഗദുരിതങ്ങൾ, ഇതൊക്കെ ഉണ്ടാകുന്നതായിട്ടുള്ള ഒരു ഭാഗമാണ് കന്നിമൂല. കന്നിമൂല മോശമായി കഴിഞ്ഞാൽ പലവിധ രോഗങ്ങളെ, ദുരിതങ്ങളെ, ഐശ്വര്യക്കേടുകളെ, മറ്റു കാര്യങ്ങളെ, കുട്ടികളുടെ വിദ്യാഭ്യാസ തടസ്സങ്ങളെ, അവിടുത്തെ ധനസംബന്ധമായിട്ടുള്ള വിഷയങ്ങളെ, ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. അതിനാണ് ശിവക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ പരിഹാരങ്ങളും കാര്യങ്ങളും നടത്തുന്നത്. ശിവനെ സംബന്ധിച്ചിടത്തോളം വിഷയം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള രോഗം, ദുരിതം, മരണം സംബന്ധിച്ചുള്ള പരിഹാരങ്ങളെല്ലാം ശിവക്ഷേത്രത്തിൽ. അതിന് മൃത്യുഞ്ജയ ഹോമം നടത്തുക, മൃതി സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ നടത്തുക, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ പരിഹാരങ്ങളെ നിങ്ങൾക്ക് വരുള്ളൂ. അതിന് ആ പ്ലാൻ എൻ്റെ അടുക്കൽ കൊണ്ട് കാണിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ അറിവിൽ കഴിയുന്ന അതിനനുസരിച്ചിട്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വരാനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സംശയം, അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, ഞങ്ങളുടേതായിട്ടുള്ള പിന്നെ പ്രോഗ്രാമിൻ്റെ കമൻറ്റുകളിൽ ഒന്നും ഞങ്ങൾ കൈ കിടത്താത്ത എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ തരുന്നതായിട്ടുള്ള കമൻറ്റിൻ്റെ ഒക്കെ എപ്പിസോഡുകളാക്കി നിങ്ങളെ അറിവിൻ്റെ പരമാവധി, നിങ്ങളെ ഏകദേശം അറിവിൻ്റെ പരമാവധി നിങ്ങളോട് ഞാൻ പറയുന്നുണ്ട്. ബാക്കിയൊക്കെ ഇനി എന്നെക്കാളിലൊക്കെ ഒരുപാട് അറിവുള്ള ആൾക്കാരുണ്ട്. അവരോടുകൂടെ കൂടി അഭിപ്രായങ്ങൾ ചോദിച്ചുകൂടെ മനസ്സിലാക്കണം. എല്ലാ കാര്യങ്ങളും ശരിയാണെന്നും എനിക്കും പറയാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് പാണ്ഡിത്യം വെച്ചാൽ ജന്മനാ ഉള്ള പാണ്ഡിത്യമൊന്നുമല്ല.
വായിച്ചും കണ്ടും അനുഭവത്തിൽ 24, 25, 27 വർഷമായിട്ട് ഞാൻ ഈ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള വിഷയത്തിൽ തന്നെയുണ്ട്. എൻ്റെ പാരമ്പര്യം അതാണ്. എൻ്റെ അച്ഛനും വലിയച്ഛനും മുത്തച്ഛന്മാരും ഒക്കെ ഇതിൽ ഇവിടെ കടന്നു വന്ന ആൾക്കാരായതുകൊണ്ട് ഇത് കണ്ടും കേട്ടും പഠിച്ചതായതുകൊണ്ടും ഒക്കെയാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് ക്ഷമിക്കണം. അപ്പോൾ എന്തെങ്കിലും സംശയമായിട്ട് തോന്നുവാണെങ്കിൽ മറ്റൊരു പാണ്ഡിത്യമുള്ള ഒരാളെ കൂടെ കാണിച്ച് അത് നിങ്ങൾക്ക് വ്യക്തമാണ്. നിങ്ങൾ സ്വയം ചിന്തിച്ച് നോക്കണം, ഞാൻ ചെയ്യുന്നത് ശരിയാണോ ഇല്ലയോ. സ്വയം ചിന്തിച്ചിട്ട് ഇതിനൊക്കെയുള്ള പരിഹാരം ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഭാവിയിൽ ഐശ്വര്യം ഉണ്ടാകത്തുള്ളൂ. ചെറിയ ചെറിയ കുഴപ്പങ്ങളുണ്ടെങ്കിൽ അന്നേരം മാറ്റിയെടുക്കുകയാണെങ്കിൽ പിന്നെ വലിയ കുഴപ്പങ്ങളിൽ നമുക്ക് രക്ഷപ്പെടാം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പുതിയൊരു വിഷയമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരുന്നതാണ്. അതുവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.